അശ്വമേധം എന്ന് പറയുന്ന കവിതയുണ്ട്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ, വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ. ഈ അശ്വമേധം എന്ന് പറയുന്നത് മനസ്സിനെയാണ് പറയണത്. അശ്വമേധം എവിടെ ചെന്നാലും ആ ലോകം മുഴുവൻ അശ്വമേധത്തിന്റെ ഉടമയ്ക്ക് സ്വന്തമാണ്. അതാണ് മനസ്സിനെ പവർഫുൾ ആക്കി. ഞാൻ മനസ്സ് എവിടെ ചെന്നാലും ആ പ്രദേശം മുഴുവൻ അതിന് അധീനമാവും. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെട്ടി നേടിയതാണ് അതിൻ സിദ്ധികൾ, മന്ത്രമായൂര പിഞ്ചികാചാലന തന്ത്രം അതിൽ മല്ലതിൻ സംസ്കാരമണ്ഡലം. വെട്ടി വെട്ടി ആ പ്രകൃതിയോട് മല്ലിട്ട് വെട്ടി നേടിയെടുത്തതാണ് ആ സിദ്ധികളെന്ന്, അല്ലാതെ മന്ത്രവും തന്ത്രവും യന്ത്രവും ഒന്നും അല്ലാന്ന്. കേട്ടല്ലേ? പണക്കാരനാവാനായിട്ട് മാന്ത്രിക യന്ത്രം, അതവരുടെ തന്ത്രമല്ലേ. പണക്കാരനാവാൻ, ആര് പണക്കാരനാവാൻ എന്നുള്ള ചോദ്യമുണ്ട്. അത് നീ പറയണില്ല. പണക്കാരനാവാൻ മാന്ത്രിക യന്ത്രം അല്ലേ? ആര് പണക്കാരനാവാൻ? അയാൾക്ക് പണക്കാരനാവാൻ, നമുക്കല്ല. Welcome to Fluency Multiplier, making people confident in English.